ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയം ഒന്ന് ഓർക്കുക. ഒരു പക്ഷേ അത് ആശുപത്രിയുടെ ICUവിന് മുന്നിൽ കരഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കാം. അല്ലെങ്കിൽ വലിയൊരു കടബാധ്യത വന്ന വീട് ജപ്തിയുടെ വക്കിൽ ആയിരിക്കാം. ആരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ നിങ്ങൾ കണ്ണീരോടെ ദൈവത്തോട് ഒരു വാക്കു പറഞ്ഞിട്ടുണ്ടാകാം. കർത്താവേ, എൻ്റെ ഈ രോഗം മാറ്റിത്തന്നാൽ, എൻ്റെ ഈ കടബാധ്യത ഒന്ന് മാറ്റിത്തന്നാൽ ഞാൻ പള്ളിയിൽ വന്ന് ഇന്ന നേർച്ച അർപ്പിക്കാം, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ ശമ്പളം അങ്ങേക്ക് നൽകാം. ദൈവം നിങ്ങളുടെ കണ്ണീര് കണ്ട് അത്ഭുതകരമായി നിങ്ങളെ ആ വലിയ കുഴിയിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷം വന്നപ്പോൾ നിങ്ങൾ ആ നേർച്ചയുടെ കാര്യം പതുക്കെ മറന്നുപോയി. നിങ്ങൾ വിചാരിക്കുന്നത് ദൈവം സ്നേഹവാനല്ലേ, അവിടുന്ന് ഇവയെല്ലാം ക്ഷമിക്കുമെന്നാണ്. എന്നാൽ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി, അത്യുന്നതനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക. സങ്കീർത്തനം 50:14. നിങ്ങൾ ദൈവത്തിന് കൊടുത്ത ആ വാക്ക് തെറ്റിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സകല സ്വർഗീയ അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ നിങ്ങൾ സ്വന്തം കൈകൊണ്ട് അടയ്ക്കുകയാണ്. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാമ്പത്തിക തകർച്ചകളും മാറാത്ത രോഗങ്ങൾക്കും പിന്നിലെ പ്രധാന കാരണം ഈ കൊടുക്കാത്ത നേർച്ചകളായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നേർച്ച നേർന്നിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ ആത്മീയ ലോകത്ത് സംഭവിക്കുന്ന ഭയാനകരമായ 5 സത്യങ്ങളെക്കുറിച്ചാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് കൊടുക്കാനുള്ള കടങ്ങൾ തീർക്കാൻ ഇന്ന് തന്നെ ഓടും. ഈ വലിയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വലിയൊരു വിശ്വാസത്തോടെ ദൈവത്തിന് കൊടുത്ത വാക്കുകൾ പാലിക്കാനും വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നിമിഷം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, അങ്ങയോടുള്ള എൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റാൻ എനിക്ക് കൃപ നൽകണമേ. നിങ്ങളുടെ ഈ സമർപ്പണം സ്വർഗവുമായുള്ള നിങ്ങളുടെ ബന്ധം വീണ്ടും പുതുക്കാൻ സഹായിക്കട്ടെ. ഒന്നാമതായി സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു നേർച്ച? നിങ്ങൾ സങ്കടം വന്നപ്പോൾ പറഞ്ഞ വെറും ഒരു വാക്കല്ല. ഒരു നേർച്ച നേരുമ്പോൾ നിങ്ങൾ സാക്ഷാൽ ദൈവവുമായി ഒരു ആത്മീയ കരാറിൽ ഏർപ്പെടുകയാണ്. ഭൂമിയിൽ നമ്മൾ ഒരാളുമായി ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് അത് തെറ്റിച്ചാൽ അയാൾ കോടതിയിൽ പോകും. എങ്കിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായ ദൈവത്തോടൊരു വാഗ്ദാനം പറഞ്ഞിട്ട് നിങ്ങളത് ലംഘിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവൻ തിരികെ തന്നു. എന്നാൽ നിങ്ങൾ കൊടുത്ത വാക്ക് തെറ്റിച്ചപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് ഒരു താക്കീത് ഇതാണ്: ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. അതെ, ഒരു നേർച്ച നേർന്നിട്ട് അത് കൊടുക്കാതിരിക്കുന്നത് സ്വർഗത്തിൻ്റെ മുൻപിൽ വലിയൊരു പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമതായി, നിങ്ങളുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ യാതൊരു കാരണവുമില്ലാതെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരാറുണ്ട്. കയ്യിൽ വരുന്ന പൈസ മുഴുവൻ അസുഖങ്ങൾക്കും ആശുപത്രികളുമായി ചിലവായി പോകുന്നുണ്ടോ? നിങ്ങൾ നേർച്ച കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇതാണ്: ദൈവം നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി നിങ്ങൾ നൽകേണ്ടിയിരുന്ന ആ നേർച്ച നിങ്ങളുടെ മേൽ ഒരു ആത്മീയ കടമായി മാറുകയാണ്. നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട ആ തുക നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ പിശാചിന് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഇടപെടാൻ വലിയൊരു അവകാശം ലഭിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് കൊടുക്കാതിരുന്ന ആ 1000 രൂപയ്ക്ക് പകരം ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവം അരുളി ചെയ്യുന്നു: നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത്. അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും. നീ കുറ്റക്കാരനാവുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിലെ അടിക്കടിയുള്ള ഈ തകർച്ചകൾക്കും അപകടങ്ങൾക്കും കാരണം നിങ്ങൾ എന്നോ മറന്നുപോയ ദൈവത്തിന് കൊടുക്കാനുള്ള ആ നേർച്ചയായിരിക്കാം. മൂന്നാമതായി, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം: ദൈവത്തിന് എന്തിനാണ് എൻ്റെ പൈസ? ദൈവം സ്നേഹവാനല്ലേ, അതൊക്കെ ദൈവം മനസ്സിലാക്കിക്കൊള്ളുമെന്ന്. ദൈവത്തിന് നിങ്ങളുടെ പണമോ നിങ്ങളുടെ മെഴുകുതിരികളോ സ്വർണമോ ആവശ്യമില്ല. അവിടത്തേക്ക് എല്ലാം സ്വന്തമാണ്. എന്നാൽ ദൈവം ആവശ്യപ്പെടുന്നത്
നിങ്ങളുടെ വിശ്വസ്തതയാണ്. സങ്കടത്തിൽ അവിടുത്തെ വിളിച്ചു കരഞ്ഞ നിങ്ങൾ, സന്തോഷം വന്നപ്പോൾ അവിടുത്തെ മറന്നുകളഞ്ഞ ആ നന്ദികേടാണ് ദൈവത്തെ വേദനിപ്പിക്കുന്നത്. കഷ്ടപ്പാടുള്ള സമയത്ത് നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. സങ്കീർത്തകൻ എത്ര മനോഹരമായാണ് അത് പാടുന്നത് എന്ന് നോക്കുക. ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും, അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവുകൾ കൊണ്ട് നേർന്നതാണ് അവ. സങ്കീർത്തനം 66:13 മുതലുള്ള വാക്യങ്ങൾ. 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കിയപ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് നന്ദി പറയാൻ തിരിച്ചു വന്നത്. അതുപോലെ നിങ്ങളുടെ നേർച്ച നിങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ അൾത്താരയിൽ ഈശോ നിങ്ങളെ നോക്കി കാത്തിരിക്കുകയാണ്. ആ നന്ദിക്കേട് നിങ്ങളുടെ ആത്മാവിൽ വലിയൊരു കറ വീഴ്ത്തുന്നു. 4-ാമത്തെ രഹസ്യം, പലർക്കും നേർച്ചകൾ കൊടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇപ്പോൾ കയ്യിൽ പൈസയില്ല, അടുത്ത മാസം കൊടുക്കാം, അല്ലെങ്കിൽ പെരുന്നാൾ വരുമ്പോൾ ഒന്നിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്നവരാണ്. അല്ലെങ്കിൽ നേർന്നു കഴിഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നവരുമുണ്ട്. സഹോദരങ്ങളെ, പിശാച് മനുഷ്യൻ്റെ മനസ്സിൽ ഇടുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് ഈ പിന്നെ ചെയ്യാം എന്നത്. നിങ്ങൾക്കൊരു അത്ഭുതം വേണ്ടി വന്നപ്പോൾ, കർത്താവെ, എനിക്ക് അടുത്ത മാസം അത്ഭുതം തന്നാൽ മതി എന്നാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്? അല്ലല്ലോ, ഇപ്പോൾ തന്നെ എന്നെ രക്ഷിക്കണമേ എന്നല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യത്തിൽ മാത്രം നിങ്ങൾ രണ്ടാമതൊന്ന് ആലോചിക്കുന്നത്? വചനം പറയുന്നു, ഇത് വിശുദ്ധമാണെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാടുകൾ നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ്. നിങ്ങളത് നീട്ടിവെക്കും തോറും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങളും സ്വർഗം നീട്ടിവെക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ ഒരു മതിൽ കെട്ടിയതുപോലെ അവിടെ തടയപ്പെടും. 5-ാമത്തെയും അവസാനത്തെയുമായ അടയാളം. ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടാകാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ ഒരു നേർച്ച പറഞ്ഞിരുന്നു, അത് കൊടുത്തോ എന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, ഇതിന് എന്താണൊരു പരിഹാരം? നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. ദൈവം കാരുണ്യവാനാണ്. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഓർമ്മയിലുള്ള സകല നേർച്ചകളും ഉടനെ തന്നെ കൊടുത്തു തീർക്കുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതെ ഇരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. ഇനി എന്ത് നേർച്ചയാണ് നേർന്നതെന്നോ എത്ര തുകയാണെന്നോ നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ ദൈവത്തിനോട് സംസാരിക്കുക. എന്നിട്ട് അതിനു പകരമായി ഒരു നേർച്ച ചെയ്യുക. അതോടെ ആ പ്രശ്നങ്ങൾ തീരും. എന്തുതന്നെ ആയാലും മരിക്കുന്നതിന് മുൻപ് തന്നെ ആ ആത്മീയ കടങ്ങൾ തീർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടിക്കിടക്കുന്ന സകല തടസ്സങ്ങളും അതോടെ മാറിപ്പോകും. സഹോദരങ്ങളെ, സ്വർഗത്തോട് നമ്മൾ പറഞ്ഞ വാക്ക് അത് നമ്മുടെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ്. ദൈവത്തിന് കൊടുക്കാനുള്ള ഒന്നും നമ്മൾ പിടിച്ചു വെക്കരുത്. അത് കൊടുത്തു തീർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം ലോകത്തിൽ മറ്റൊന്നിനും തരാൻ കഴിയില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.